ചാപ്റ്ററിൽ നിന്നും ഓണം എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് യൂണിറ്റുകളെ കുറിച്ച്. അപ്പോൾ യൂണിറ്റുകളെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാൻ പാടില്ല, അതിന് കുറച്ച് നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. അപ്പൊ ഇങ്ങോട്ട് നോക്കൂ, നമുക്കറിയാം ടൈമിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്. സെക്കൻഡിന് നമ്മൾ സിമ്പിൾ കൊടുക്കുക എസ് എന്നാണ്. അപ്പൊ യൂണിറ്റുകളുടെ സിമ്പിൾ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ചെറിയ അക്ഷരത്തിൽ വേണം എഴുതാൻ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, രണ്ടെണ്ണം തന്നിട്ടുണ്ട്, ഒന്ന് സ്മോൾ ലെറ്ററിലും ഒന്ന് ക്യാപിറ്റലിലും. സോ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് എഴുതുന്നത് സ്മോൾ ലെറ്ററിലാണ്. ഇനി അടുത്ത ചോദ്യമാണ്, മോൾ എന്ന് രണ്ട് രീതിയിൽ തന്നിട്ടുണ്ട്, യൂണിറ്റിന്റെ പേരാണ്. അപ്പോൾ യൂണിറ്റിന്റെ പേരുകൾ എഴുതുന്ന സമയത്ത് സ്മോൾ ലെറ്ററിൽ മാത്രമേ എഴുതാൻ പറ്റൂ. അപ്പൊ രണ്ട് രീതിയിൽ കൊടുത്തിട്ട് ഒന്ന് ക്യാപിറ്റലും ഒന്ന് സ്മോളും. സോ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് രീതി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ആയിരിക്കണം. ദ സെയിം ആയിട്ട് ആംപിയർ രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് ക്യാപിറ്റലും ഒന്ന് സ്മോളും. അങ്ങനെയാണെങ്കിൽ സ്മോൾ ലെറ്റർ മാത്രം. ഓക്കെ, അടുത്ത ചോദ്യമാണ് 130 kilograms എന്നുണ്ട്, 130 kilo എന്നുണ്ട്. യൂണിറ്റുകൾക്ക് ഒരിക്കലും പ്ലൂറൽ ഫോം ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ പറയും ഒരു കുട്ടി അല്ലെ, ഒരു കുട്ടി, ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ് എന്ന് പറയും. കുട്ടികൾ, ഒരുപാട് കുട്ടികൾ ഉണ്ടെങ്കിൽ സ്റ്റുഡൻസ് എന്ന് പറയും. എസ് ചേർക്കും അല്ലെ. പക്ഷെ യൂണിറ്റുകൾക്ക് നമ്മൾ അങ്ങനെ എസ് ചേർത്ത് എഴുതണമെന്നില്ല. 1 kilo, 2 kilo, 3 kilo എത്രയാണെങ്കിലും വേണ്ട ആവശ്യമില്ല. സോ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വരിക 130 kilo. ആൻഡ് നെക്സ്റ്റ് നോക്കൂ, 90 meter രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക.